സംസ്ഥാനത്ത് കനത്ത മഴ 4 ജില്ലകളിൽ 3 ദിവസം റെഡ് അലർട്ട്. വേലൂരിൽ മരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളമെത്തിയതോടെ പുഴയിലെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. ചവളർ സൊസൈറ്റി സമ്മേളനത്തിന് വന്ന വാഹനങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞു. സമ്മേളന വാഹനങ്ങൾ ടോൾ ബൂത്തുകളിൽ നിരത്തിയിട്ടത് ഗതാഗതക്കുരുക്കിനിടയാക്കി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തി തുറന്ന മോഷണം. കാളൻ പാവുണ്ണിയുടെ കടയിലാണ് മോഷണം നടന്നത്. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 2 ദിവസവും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. അതിതീവ്രമായ മഴ ബുധനാഴ്ച വരെ തുടരാനാണ് സാധ്യത. ബുധനാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോര മേഖലകളിൽ മഴ കനക്കുവാനാണ് സാധ്യത. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ദുരന്ത സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആവശ്യമെങ്കിൽ ജനങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കനത്ത മഴയിലും കാറ്റിലും വേലൂരിൽ മരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. കുറുമാൽ സ്വദേശി മൂളിപ്പറമ്പിൽ ഭാസനാണ് പരിക്കേറ്റത്. കുറ്റിക്കാട്ട് സാബുവിന്റെ വീട്ടിലെ മാവാണ് ഒടിഞ്ഞു വീണത്. വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി തൂണുകളും കമ്പികളും പൊട്ടിവീഴുകയും ചെയ്തു. പരിക്കേറ്റ ഭാസനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. കല്ലൂരിൽ മാങ്ങ പൊട്ടിക്കുന്നതിനിടെ മാവിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. കല്ലൂർ മാവിൻചുവട് സ്വദേശി കാവിൽ വീട്ടിൽ 63 വയസ്സുള്ള ഫ്രാൻസിസ് ആണ് മരിച്ചത്. വീടിന് സമീപത്തെ റോഡരികിലെ മാവിൽ നിന്ന് കാൽ തെന്നി റോഡിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മഴ പെയ്തതോടെ ചായപ്പൻകുടി റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്ക് ദുരിതമായി. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള റോഡിൽ കാനയില്ലാത്തതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. റോഡ് നന്നാക്കാൻ കരാറുണ്ടെങ്കിലും തുടർ നടപടികളായിട്ടില്ല. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് ഉയർത്തി കാന നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 3 കുട്ടികളാണ് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ചത്. മലമ്പുഴ ഡാം തുറന്ന് വെള്ളമെത്തിയതറിയാതെ പുഴയിലിറങ്ങിയതും പുഴയുടെ കയങ്ങൾ അറിയാത്തതുമാണ് പലരും അപകടത്തിൽപ്പെടുവാനുള്ള കാരണം. ദിവസങ്ങൾക്ക് മുൻപ് വറ്റിവരണ്ട് കിടന്നിരുന്ന പുഴയിൽ പലയിടത്തായി കുഴികൾ കണ്ടിരുന്നു. വെള്ളം വന്നതോടുകൂടി ഈ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനുള്ള പ്രധാന കാരണം. 10 അടിയിലേറെ ആഴമുള്ള കുഴികൾ പലയിടത്തുമുണ്ട്. അടിത്തട്ടിൽ ചുഴികളും മറ്റും രൂപപ്പെടുന്നതും പുഴയിൽ ഇറങ്ങുന്നതിന് ഭീഷണിയാണ്. പുറമെ വളരെ ശാന്തമായാണ് പുഴ ഒഴുകുന്നത്. നീന്തൽ അറിയുന്നവർക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ചുഴികളാണ് പുഴയിൽ രൂപപ്പെടുന്നത്. നിലവിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നവമാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കുന്നതും അപകട നിർദ്ദേശ ബോർഡുകൾ സ്ഥാപിക്കുവാനും ബന്ധപ്പെട്ടവർ മുൻകൈയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചവളർ സൊസൈറ്റിയുടെ സമ്മേളനത്തിന് വന്ന വാഹനങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി. സമ്മേളന വാഹനങ്ങൾ ടോൾ ബൂത്തുകളിൽ നിരത്തിയിട്ടതോടെ ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ പ്ലാറ്റിനം ജൂബിലി സമ്മേളനത്തിന് തൃശൂരിലേക്ക് പോയ ബസ്സുകളാണ് ടോൾ പ്ലാസയിൽ തടഞ്ഞത്. ഇതോടെ എല്ലാ ട്രാക്കുകളിലും സമ്മേളന വാഹനങ്ങൾ നിർത്തിയിട്ട് പ്രതിഷേധിച്ചു. അവധി ദിവസമായതിനാൽ മണലിപ്പാലം വരെ വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു. അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. തൃശൂരിലേക്ക് സമ്മേളനത്തിന് പോകുന്ന ബസ്സുകളെ ടോളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ടോൾ പ്ലാസ അധികൃതർ പറഞ്ഞിരുന്നതായി സംഘടനാ പ്രവർത്തകർ ജീവനക്കാരെ അറിയിച്ചുവെങ്കിലും തങ്ങൾക്ക് പ്രത്യേക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ജീവനക്കാരുടെ നിലപാട്. ഇതോടെ പ്രവർത്തകർ ടോൾ ബൂത്തുകളിൽ ബസ്സുകൾ നിർത്തിയിട്ട് ടോൾ പ്ലാസയിൽ ഇറങ്ങി നിന്നു. തുടർന്ന് പുറകെ വന്ന വാഹനങ്ങളും നിർത്തിയിടേണ്ടി വന്നു. പിന്നീട് ടോൾ ജീവനക്കാർ മാനേജ്മെന്റ് പ്രതിനിധികളുമായി സംസാരിച്ചതിനു ശേഷം ബസ്സുകൾ കടത്തിവിട്ടാണ് ഗതാഗത തടസ്സം ഒഴിവായത്. ഈ സമയം 100 കണക്കിന് വാഹനങ്ങൾ ടോൾ പ്ലാസയിൽ കുടുങ്ങി.
പുതുക്കാട് കണ്ണമ്പത്തൂർ കപ്പേളയ്ക്ക് സമീപം മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തിത്തുരന്ന് മോഷണം. കാളൻ പാവുണ്ണിയുടെ കടയിലാണ് മോഷണം നടന്നത്. ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചുവച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, കുരുമുളക് എന്നിവയാണ് മോഷണം പോയത്. 60,000 രൂപയുടെ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളാണ് നഷ്ടപ്പെട്ടത്. സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീടിനോട് ചേർന്നുള്ള കടയിലാണ് മോഷണം. വീട്ടുകാർ മാറി താമസിക്കുന്നതിനാൽ മോഷണ വിവരം രാവിലെയാണ് അറിഞ്ഞത്. സാധനങ്ങളെല്ലാം ചാക്കുകളിലാക്കിയാണ് കടത്തിയതെന്ന് കരുതുന്നു. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 18 ഗ്രാം MDMA-യുമായി യുവാവിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കാട് കണ്ണിക്കര തോട്ടത്തിൽ വീട്ടിൽ അരുണിനെയാണ് ആളൂർ SHO മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കിടപ്പുമുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന 18.20 ഗ്രാം മയക്കുമരുന്നാണ് പോലീസ് പിടികൂടിയത്. ഒരു മാസത്തോളമായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. SI-മാരായ രഘു, രാധാകൃഷ്ണൻ, ASI ധനലക്ഷ്മി, CPO-മാരായ ബിലഹരി, രതീഷ്, ഹരികൃഷ്ണൻ, അനീഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് SI TR ബാബു എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കയ്പമംഗലത്ത് SFI ഏരിയ സെക്രട്ടറിക്കും പിതാവിനും മർദ്ദനമേറ്റു. SFI കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി പെരിഞ്ഞനം വെസ്റ്റ് സ്വദേശി വടക്കൂട്ട് അശ്വിൻ, പിതാവ് സന്തോഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം ബീച്ച് ഡോക്ടർപടിയിൽ വെച്ചാണ് സംഭവം. അശ്വിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിനിടെയാണ് മർദ്ദനമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് SFI ആരോപിച്ചു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. തല്ലിണേൻ്റെ ഇടയിൽ വടിയൊക്കെ എടുത്ത് അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന വടിയൊക്കെ എടുത്ത് തല്ലി തലക്ക് നടുമ്പുറത്തൊക്കെ നല്ല തല്ലി എള്ളിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ അച്ഛനെയും എൻ്റെ ബാക്കിൽ നിന്ന് അച്ഛനെ വലിച്ചിട്ട് തല്ലി. അച്ഛനെ ഞാൻ വണ്ടി കയറ്റിങ്ങായിട്ട് കൊണ്ടുപോകണ വഴിക്ക് വണ്ടി തടഞ്ഞിട്ടും എന്നെ ആക്രമിച്ച് 2-3 പേര് നല്ല രീതിയിൽ ആക്രമിച്ച് എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കയറി. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അങ്കണത്തിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് സമ്മേളനം അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോർജ് പാനിക്കുളം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻവീട്ടിൽ, ഫാദർ ജോയ് ചെഞ്ചേരിൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ, ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെയർമാൻ തുടങ്ങിയവർ സെമിനാറുകൾ നയിച്ചു. ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാൻ, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. കുന്നുകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ അപകടം. ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. ചൊവ്വന്നൂരിലെ അദാനി ഗ്യാസ് പ്ലാന്റിന് സമീപത്താണ് അപകടമുണ്ടായത്. കാറിന്റെ ഒരു വശം പൂർണ്ണമായും കാനയിലേക്ക് വീണു. മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 2 പേർ മരിച്ചിരുന്നു. അപകടങ്ങൾ നിത്യസംഭവമായ സ്ഥലത്ത് അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാനഡയിൽ ചാലക്കുടി സ്വദേശിനി പടിക്കല സാജന്റെ മകൾ ഡോണ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ ഭർത്താവ് ലാൽ കെ പൗലോസിനെ ഇനിയും കണ്ടെത്താനായില്ല. സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം കോടശ്ശേരി കുറ്റിച്ചിറ സ്വദേശിയായ ലാൽ ഇന്ത്യയിലെത്തിയിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ അതീവ രഹസ്യമായി ഇയാൾ ഇറങ്ങിയ വിവരം ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് അറിയുന്നത്. ചൂതാട്ടത്തിലൂടെ വലിയ തോതിൽ പണം നഷ്ടപ്പെട്ട യുവാവ് ഇതുമായി ബന്ധപ്പെട്ട് കാനഡ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് പറയുന്നു. ഇതിനിടെയാണ് മെയ് 7-ാം തീയതി ഫ്ളാറ്റിൽ ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുവരെയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അടുത്ത ദിവസം സാജന്റെ പടിക്കലയുടെ മൊഴി ചാലക്കുടി പോലീസ് ശേഖരിക്കും. ഡോണയുടെ മൃതദേഹം വെള്ളിയാഴ്ചയോടെ നാട്ടിലെത്തിക്കും. കേരളത്തിലെ പാരമ്പര്യ കളരി മർമ്മ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുവാൻ കർണാടകത്തിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് പദ്ധതി തയ്യാറാക്കുമെന്ന് കർണാടക സംസ്ഥാന സ്പീക്കർ UT ഖാദർ പറഞ്ഞു. എളവള്ളി ശ്രീ ഗുരുകുലം കളരി സംഘത്തിൽ മർമ്മ ചികിത്സ പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെ എളവള്ളിയിലെ ജനപ്രതിനിധികളുടെ സ്നേഹാദരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഋഷിവര്യന്മാരിൽ നിന്നും പകർന്നു നൽകിയ കളരി മർമ്മ ചികിത്സാ രംഗത്ത് കേരളത്തിൽ അനന്ത സാധ്യതകളുണ്ട്. ടൂറിസം രംഗത്ത് ഈ സാധ്യതകൾ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TN പ്രതാപൻ MP, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജനപ്രതിനിധികളായ KD വിഷ്ണു, NB ജയ തുടങ്ങിയവർ പങ്കെടുത്തു. പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ നടന്നു വന്നിരുന്ന മഹാകിരാത രുദ്രയജ്ഞം സമാപിച്ചു. കൂറവലിക്കൽ ചടങ്ങോടെയാണ് മഹാകിരാത രുദ്രയജ്ഞത്തിന് സമാപനം കുറിച്ചത്. 12,000 നാളികേരമേറും കളം മായ്ക്കലും നടന്നു.
SFI വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിഷ്ണു ഷാജി ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു. PS സുബില അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SFI തൃശൂർ ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MM മേഘന, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വിഷ്ണു പ്രഭാകർ, MR അനന്തു, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോത്സ്ന തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവ് EK നായനാരുടെ അനുസ്മരണ ദിനം CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ആഷിഖ് വലിയകത്ത്, CF രാജൻ, തുളസി, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ വെളുത്തൂർ വിളക്കുമാടം റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. മനക്കുടി കൈപ്പള്ളി പുള്ള് ബണ്ടുകളുമായി ബന്ധിപ്പിക്കുന്ന 2.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള വെളുത്തൂർ വിളക്കുമാടം റോഡിന്റെ വശങ്ങളിൽ കാനകളുടെയും 2 കലുങ്കുകളുടെയും നിർമ്മാണം പൂർത്തിയായി. BMBC നിലവാരത്തിൽ 5.5 മീറ്റർ വരെ വീതിയിലാണ് റോഡ് ടാറിംഗ് നടത്തുന്നത്. റോഡിലേക്ക് നീങ്ങി നിന്നിരുന്ന വൈദ്യുത പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചു. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 70 ലക്ഷം രൂപ മുരളി പെരുന്നെല്ലി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബാക്കി വിവിധ വകുപ്പുകളിൽ നിന്നും കണ്ടെത്തി ആകെ 3.75 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. 2 കിലോമീറ്റർ BMBC നിലവാരത്തിന് ശേഷം 600 മീറ്റർ വീതി കൂട്ടി ടാറിംഗും നടത്തും. അടുത്ത മാസം ആദ്യം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. റോഡ് നിർമ്മിക്കണമെന്ന ഒരു ആഗ്രഹവും ആവശ്യവും അത് പ്രാവർത്തികമാക്കാൻ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് നിരന്തര ശ്രമം നടത്തുകയായിരുന്നു. അതിൻ്റെ ഫലമായിക്കൊണ്ട് 22-23 വർഷത്തെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ 2 കോടി രൂപ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള തുക MLAയുടെ ഫണ്ടായും പഞ്ചായത്തിൻ്റെ ഫണ്ടായും വിവിധ വകുപ്പുകളിൽ നിന്നും നേടിയെടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. BMBC നിലവാരത്തിൽ സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് തന്നെയാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു പഞ്ചായത്ത് റോഡ് നിർമ്മിക്കുന്നത്. 2 കിലോമീറ്ററും 600 മീറ്ററും നീളമുള്ള ഈ റോഡിൽ 2 കിലോമീറ്റർ BMBC നിലവാരത്തിലും അതിനുശേഷമുള്ള ഭാഗം ആ നിലവാരത്തിൽ തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ടുള്ള റോഡും നിർമ്മിക്കാനാണ് നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാനയ്ക്ക് പഞ്ചായത്ത് ഫണ്ട് വയ്ക്കുകയും അതുപോലെ തന്നെ പോസ്റ്റുകൾ നീക്കുകയും അതുപോലെ തന്നെ കൽവർട്ടുകൾ പുതിയതായി ഉണ്ടാക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ കുടുംബ കൂട്ടായ്മ ആരംഭിച്ചതിന്റെ സിൽവർ ജൂബിലി ആഘോഷം അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷത വഹിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി എരുമപ്പെട്ടി യൂണിറ്റ് സെക്രട്ടറി ഫ്രന്നി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. അതിരൂപത തലത്തിൽ മികച്ച കുടുംബ കൂട്ടായ്മയ്ക്കുള്ള അവാർഡ് നേടിയ എരുമപ്പെട്ടി ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മയെ യോഗത്തിൽ അഭിനന്ദിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ മഹാകവി വള്ളത്തോളിന്റെ 300ഓളം വരുന്ന കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന മഹാതറവാട് കുടുംബസംഗമം ചെറുതുരുത്തി നിള ക്യാമ്പസിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോളിന്റെയും അദ്ദേഹത്തിന്റെ പ്രിയപത്നി ചിറ്റടി മാധവിയമ്മയുടെയും സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ ബഹുമതി നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. വള്ളത്തോൾ തറവാട് ഡയറക്ടറിയുടെ പ്രകാശനവും നടന്നു. വള്ളത്തോൾ രവീന്ദ്രനാഥ്, വള്ളത്തോൾ നന്ദകുമാർ, ഡോക്ടർ അനിൽ വള്ളത്തോൾ, ഡോക്ടർ വിനോദ് വള്ളത്തോൾ, രതി മേനോൻ എന്നിവർ സംസാരിച്ചു. ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആരംഭിച്ച സ്കന്ദപുരാണം നവാഹയജ്ഞം സമാപിച്ചു. രാമചന്ദ്രൻ ആലപ്പാട്ട് ആചാര്യനായിരുന്നു. അന്നദാനവും ഉണ്ടായിരുന്നു.
SNDP ചെമ്പഴന്തി ശാഖ വാർഷികാഘോഷവും കുടുംബസംഗമവും ശാഖാ പ്രസിഡന്റ് എ വി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ, ഗിരിജ പങ്കജാക്ഷൻ, കവിത സതീശൻ എന്നിവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ആട്ടിൻകുട്ടികളെ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷമീറ നാസർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ അബ്ദുൽ ഫത്ത, യൂണിറ്റ് പ്രസിഡന്റ് മൊയ്തീൻ ബാവ, സെക്രട്ടറി P അനീഷ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 50ഓളം വിദ്യാർത്ഥികളെ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ ഫ്രറ്റേണിറ്റി യൂത്ത് മൂവ്മെന്റ് കുന്നുംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അനുമോദന യോഗം ഫ്രറ്റേണിറ്റി യൂത്ത് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സനൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഫ്രറ്റേണിറ്റി കുന്നുംകുളം മണ്ഡലം പ്രസിഡന്റ് ആദിൽ ഷിനാദ് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി സെന്റ് റീത്താസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ലിപിബലിക്ക് ഫാദർ ജൂലിയസ് അറക്കൽ മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ജോളി ചെറുമൽ, ഫാദർ ആന്റണി മണ്ണുമ്മൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. നേർച്ച ഭക്ഷണത്തിന്റെ വെഞ്ചരിപ്പ് ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. വാണിജ്യം. കോമ്പറ്റീറ്റീവ് എക്സാം വിന്നേഴ്സിന്റെ ഈറ്റില്ലമായ തൃശൂർ ടൈം കോച്ചിംഗ് സെന്ററിൽ അച്ചീവേഴ്സ് ക്ലബ് മീറ്റപ്പ് സംഘടിപ്പിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് എതിർവശത്തായി കിഴക്കേക്കോട്ട പോട്ടൂക്കാരൻ എസ്റ്റേറ്റ് ബിൽഡിംഗിലെ ടൈം കോച്ചിംഗ് സെന്ററിൽ നടന്ന ചടങ്ങിൽ തൃശൂർ സെന്റർ ഡയറക്ടർ ഡിജു ജോസ് അച്ചീവേഴ്സ് ക്ലബ് മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകളെക്കുറിച്ചുള്ള വിവരണവും അദ്ദേഹം നൽകി. തുടർന്ന് മത്സര പരീക്ഷകളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസും നടത്തി. ബാങ്ക് ICMR എക്സാം വിജയികളായ ടൈം വിദ്യാർത്ഥികളെ അവാർഡുകൾ നൽകി അനുമോദിച്ചു. ഫാക്കൽറ്റീസ്, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ബാങ്ക്, SSC, റെയിൽവേ, ഇൻഷുറൻസ് കമ്പനി അടക്കമുള്ള സർക്കാർ ഉദ്യോഗ പരീക്ഷകൾക്കായി വിദ്യാർത്ഥികളെ പരിപൂർണ സജ്ജരാക്കിക്കൊണ്ട് കഴിഞ്ഞ 32 വർഷത്തോളമായി സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് ടൈം കോച്ചിംഗ് സെന്റർ. ബാങ്ക്, SSC മത്സര പരീക്ഷാ രംഗത്ത് തുടർച്ചയായി മിന്നും വിജയമാണ് തൃശൂർ ടൈം കോച്ചിംഗ് സെന്ററിലെ വിദ്യാർത്ഥികൾ കൈവരിക്കുന്നത്. നിലവിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ജോലി ചെയ്യുന്നവർക്കും വീട്ടമ്മമാരായവർക്കും മറ്റുമായി IBPS, SSC മത്സര പരീക്ഷകൾക്ക് മികച്ച തയ്യാറെടുപ്പ് നടത്താൻ അവർക്ക് അനുയോജ്യവും സൗകര്യപ്രദവുമായ വാരാന്ത്യ ബാച്ചുകളടക്കം സജ്ജീകരിച്ചു ടൈം കോച്ചിംഗ് സെന്റർ ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8086440033. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കനത്ത മഴ. 4 ജില്ലകളിൽ 3 ദിവസം റെഡ് അലർട്ട്. വേലൂരിൽ മരം ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. ഭാരതപ്പുഴയിൽ അപകട മരണങ്ങൾ വർദ്ധിക്കുന്നു. വെള്ളമെത്തിയതോടെ പുഴയിലെ കുടികൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. ചവളർ സൊസൈറ്റി സമ്മേളനത്തിന് വന്ന വാഹനങ്ങൾ പാലിയേക്കര ടോൾ പ്ലാസയിൽ തടഞ്ഞു. സമ്മേളന വാഹനങ്ങൾ ടോൾ ബൂത്തുകളിൽ നിരത്തിയിട്ടത് ഗതാഗതക്കുരുക്കിനിടയാക്കി. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കടയുടെ ചുമർ കുത്തി തുരന്ന് മോഷണം. കാളൻ പാവുണിയുടെ കടയിലാണ് മോഷണം നടന്നത്. 60,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.